ഹായ് ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാമ്പാർ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അത് കുക്കറിൽ പരിപ്പൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പച്ചക്കറി ആക്കാന്ന് വിചാരിച്ചു കേട്ടാ. എന്താന്ന് വെച്ചാല് നമ്മുടെ അവിടെ ഇന്ന് കോരങ്ങൾ അമ്പലത്തിൽ വിളക്കാണ്. അപ്പൊ നമുക്കിന്ന് ഇറച്ചി മീനൊന്നും വേണ്ടാന്ന് വെച്ചു. അപ്പൊ നമുക്ക് ഒരു സാമ്പാറും കാബേജ് ഉപ്പേരിയും വേണമെങ്കിൽ ഇത്തിരി പായസം കൂടി ആക്കാന്ന് വിചാരിച്ചു കേട്ടാ. അപ്പൊ അതേ സാമ്പാറിന് പരിപ്പൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നൊക്കെ എടുത്തിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടാ. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടാ. നമ്മുടെ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള കറികളാണ്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്തിരി കുറവാന്ന് തോന്നുന്നുണ്ട്. പട്ടപ്പട്ടേന്ന് നമുക്കപ്പോ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതേ കുക്കർ അടച്ചു. ഒന്ന് 2-3 വിസിൽ വരണ വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് അടിയിൽ ഓഫ് ചെയ്തിട്ട് കത്തിച്ച വല്ല കാര്യമുണ്ടോ? തീ കൊടുക്കാട്ടാ. ഈ അടുപ്പിൽ എപ്പോഴും എല്ലാവരും ചോദിക്കും ഗ്യാസിൽ തീ കത്തണത് കാണില്ലാന്ന്. നമ്മൾ പുറത്ത് അടുപ്പായ കാരണം പകല് തീ കത്തണത് കാണില്ല കേട്ടാ. അപ്പൊ അത് ആ ഒരു സംശയം എല്ലാവരും മാറിയെന്ന് വിചാരിക്കണു. അപ്പൊ അത് വേവട്ടെ. അപ്പത്തേക്ക് നമുക്ക് കാബേജ് അരിയാൻ പോയിട്ട് കേബേജ് തോരൻ വെക്കാനായിട്ട് കേബേജ് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക്, സബോള, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് നാളികേരം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കൈ വെച്ച് തിരുമ്മി അതിലെല്ലായിടത്തും നമ്മുടെ ഈ ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് മിക്സ് ആയി കിട്ടണം. അതൊക്കെ ഒന്ന് തിരുമ്മി നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് കുത്തുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടാ. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മള് തിരുമ്മി വെച്ചിട്ടുള്ള കേബേജ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് ഒന്ന് ആവിയിൽ അങ്ങ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേബേജ് തോരൻ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലെ. അങ്ങനെ അതേ നമ്മുടെ കേബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാമ്പാർ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതെന്തായെന്നൊന്ന് നോക്കാല്ലേ. അപ്പൊ അതേ നമ്മള് കുക്കറൊക്കെ തുറന്നു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെണ്ടക്കായും മുരിങ്ങക്കായും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ. നമ്മൾ എണ്ണയിലൊന്നും വഴറ്റിയൊന്നും എടുത്തിട്ടില്ല. വെണ്ടക്കായ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി നമുക്ക് കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞു വെച്ച് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് പപ്പടം കാച്ചിയെടുക്കാം. സാമ്പാറാകുമ്പോൾ ഇത്തിരി പപ്പടമൊക്കെ വേണമല്ലോ. അപ്പൊ നമ്മൾ സാമ്പാറിലേക്കുള്ള പപ്പടം കൂടെ കാച്ചിയെടുത്തിട്ട് വേണം നമുക്ക് ഇനി സാമ്പാർ താളിക്കാനായിട്ട്. നമുക്കിനി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിന് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇത്ര കണക്കൊന്നും ഞാൻ പറയണില്ല. എന്നിട്ട് കുറച്ച് കായം പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് അങ്ങ് തട്ടുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സാമ്പാർ കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കരയ്ക്ക് പകരമാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർക്കണത്. അങ്ങനെ അതേ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു പരിപ്പ് പായസം വെക്കാം. അതിനതേ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ പായസം ഒന്ന് കുറുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരുപാട് കുറുക്കിയെടുക്കണില്ല, ഇത്തിരി ലൂസായിട്ടാണ് കേട്ടോ എടുത്തേക്കണത്. ഇനി നമുക്ക് അതിലേക്ക് നാളികേരപ്പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല, ഒറ്റ പാലേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. 1-ാം പാല് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഏലക്കായും ചുക്കും ഒക്കെ കൂടെ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത് കുറച്ച് നട്ട്സും കൂടെ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി. സിമ്പിൾ ആണ് ട്ടാ എന്റെ പരിപ്പ് പായസം വെക്കല്. പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. അപ്പൊ അതേ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു, അടുക്കള പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വിളക്കാണല്ലോ. അപ്പൊ നമ്മുടെ റോഡിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് ട്ടാ. ചാലിലൊക്കെ നിറച്ച് കരടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് കത്തിക്കണം. ഞാൻ ചാലിലത്തെ എല്ലാ ചപ്പുകളും കൂട്ടി വെച്ചപ്പോ അച്ഛൻ ദേ വന്നിട്ട് അത് കത്തിച്ച് തരികയാണ് കേട്ടോ. അച്ഛൻ ചാലിൽ ഇറങ്ങി അതൊക്കെ ഒന്ന് കത്തിച്ച് നമ്മുടെ വീടിന്റെ ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനി നമുക്ക് വിളക്കൊക്കെ വരുമ്പോ നമ്മുടെ മുറ്റത്ത് കുറച്ച് ചാണാനൊക്കെ മെഴുകണം. അപ്പൊ അതേ നമ്മുടെ വിളക്ക് വെക്കുമ്പോ നാളേരം അടിക്കാനുള്ള കല്ലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാണകം മെഴുകാനുള്ള പരിപാടിയാണ് കേട്ടാ. മുറ്റത്തെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഫ്രണ്ടിലെ ആ ഗേറ്റിന്റെ അവിടെ തന്നെ ആയിട്ടാണ് നമ്മൾ വിളക്ക് വെക്കാറ് ട്ടോ. അകത്തേക്ക് കയറ്റി അങ്ങനെ വെക്കാറില്ല.
അവിടെ ഫ്രണ്ടിൽ കടയായതുകൊണ്ട് അത്ര സൗകര്യം നമുക്കില്ലാത്ത കാരണം നമ്മൾ ഈ റോഡിന്റെ നമ്മുടെ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ തന്നെയാണ് ട്ടോ വെക്കാറ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ട്ടോ വെക്കുക. നമ്മുടെ ഫ്രണ്ടിൽ മുഴുവൻ അങ്ങനെ ചാണം മെഴുകിയിടുമ്പോൾ ആൾക്കാർക്ക് കടന്നു വരാത്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിതിരി തിരക്കില്ലാത്ത സമയം നോക്കിയിട്ടാണ് ട്ടോ ചാണം മെഴുകിയിട്ടത്. എന്നാലേ ഒന്ന് വലിഞ്ഞു കിട്ടിയാലേ എല്ലാവർക്കും ഒന്ന് ഇങ്ങോട്ട് കടന്നു വരാനൊക്കെ പറ്റുള്ളൂ. കടയായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും നടക്കില്ല. പിന്നെ തന്നെയല്ല റോഡിന്റെ സൈഡായതുകൊണ്ട് ചിലപ്പോൾ വണ്ടികളൊക്കെ കയറി അതൊക്കെ പൊളിഞ്ഞു പോകും. എന്നാലും നമ്മുടെ ഒരു ജോലി മെഴുകിയിടണം എന്നുണ്ടല്ലോ, അത് നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദേ ചാണം മെഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് കടയിലേക്കുള്ളത്. അതൊക്കെ ഒന്ന് ബില്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം. പിന്നെ അതൊക്കെ ഒന്ന് അലമാരിയിലേക്ക് അടക്കണം. അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട്. അതിനിടയിൽ കുറച്ച് ചിലപ്പോൾ ചിക്കൻ വെട്ടാനൊക്കെ വരും. ചിലപ്പോൾ ഇന്ന് വിളക്കായ കാരണം വലിയ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടാ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയില്ലേ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വിളക്കിന്റെ വീഡിയോ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനും ഡബ് ചെയ്യാനൊന്നും സമയമില്ലാത്ത കാരണം ഇത്രയും നീണ്ടുപോയതാണ് കേട്ടോ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താ വിളക്കിന്റെ വീഡിയോ ഇടാത്തതെന്ന്. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ട് എന്താ വിളക്കിന്റെ വീഡിയോ ഇടാത്തതെന്ന്. പക്ഷെ എനിക്ക് എല്ലാത്തിനും കൂടെ എവിടുന്ന ആ സമയല്ലേ. വൈകുന്നേരം ആകുമ്പോ കയറി വരും, കാലത്ത് എണീക്കുമ്പോ പോവും, പിന്നെ അവിടെ ചെല്ലും, അങ്ങനെ ഇങ്ങനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളില്ല. നമ്മൾ എവിടെയെങ്കിലും ചടഞ്ഞുകൊണ്ടിരിക്കും. അതിനേക്കാളും നല്ലത് നമ്മൾ ഒരുപാട് ബിസി ആയിട്ട് ഇങ്ങനെ ഓടി നടക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ അതേ നമ്മുടെ തിരക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ചിക്കൻ പരിപാടി അങ്ങനത്തെ കടയിലത്തെ സംഭവം അത് പിന്നെ അടയ്ക്കാൻ പറ്റില്ല. അത് നമുക്ക് വൈകുന്നേരം കിടക്കണ വരെ ഉണ്ടാവും. എന്നാലും ചിക്കൻ വലിയ കാര്യമായിട്ട് പിന്നെ അധികം ആ നേരത്തൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പൊ അതേ നമ്മള് അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് കേട്ടാ. നമ്മുടെ വീടിന്റെ തൊട്ട് പുറകിലാണ് അമ്പലം. പക്ഷെ നമ്മൾ റോട്ടിൽ കൂടെ വരുമ്പോ ഇത്തിരി വളഞ്ഞു വരണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിലെത്തി. അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങി. ഊണ് കഴിക്കാൻ നമ്മളപ്പം നിന്നില്ല കേട്ടോ. ഊണ് കഴിക്കാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങള് നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ വന്ന് പോയതിന് ശേഷം നമുക്ക് സമാധാനത്തിൽ വരാം, അമ്മാമ്മേനെയും കൂട്ടി വരാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടാ. ഇവിടെ വന്നിട്ട് നമുക്ക് ചിരാതുകളൊക്കെ കത്തിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നമ്മള് നമ്മുടെ മതിലുമേ കൂടെ അങ്ങനെ നിരത്തി വെച്ച് ചിരാതൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പൊ ആർക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം എന്റെ ജോലിയായിരുന്നു ഇതൊക്കെ ഇപ്പൊ ആർക്കുട്ടി ഏറ്റെടുത്തേക്കാണ്ട. അപ്പൊ നമ്മള് വീടിന്റെ രണ്ട് സൈഡിലും മതിലിലും ചിരാതൊക്കെ വെച്ച് തെളിയിച്ച് അങ്ങനെ ദേ നമ്മൾ ചെറിയൊരു ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വിളക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടാ. പിന്നെ നമുക്ക് വിളക്ക് വരാനായിട്ട് മുന്നേ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് നമ്മൾ ചാണം മെഴുകിയെടുത്ത് കല്ലൊക്കെ വെച്ച് വിളക്ക് തിരിയൊക്കെ വെക്കണം, നാളികേരം വെക്കണം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പത്തേക്കും നമ്മൾ നേരത്തെ വിളക്ക് ചിരാതൊക്കെ കത്തിച്ച് വെച്ച കാരണം അതിലത്തെ എണ്ണയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഏട്ടൻ കുറേശ്ശെ എണ്ണ വീണ്ടും ഒഴിച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടാ. അങ്ങനെ നമ്മൾ വിളക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പത്തേക്ക് അച്ഛൻ ദേ നിലവിളക്കൊക്കെ കത്തിച്ചു. പാറുക്കുട്ടി കർപ്പൂരം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നാളികേരം അടിക്കാനുള്ള കല്ലുമ്മേ. അങ്ങനെ ദേ നമ്മുടെ വിളക്ക് ദേ എത്തി. നമ്മൾ
അവിടെ ഉണ്ടല്ലോ. അങ്ങനെ വിളക്കൊക്കെ വന്നു പോയി. അപ്പൊ നമ്മളിനി സമാധാനമായിട്ട് പോയി ഉണ്ടിട്ട് വരാന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോ സമയം എത്രയെന്ന് അറിയോ? 11 മണി. എന്നാലും കുഴപ്പമില്ല, ഭഗവാന്റെ അടുത്ത് പോയി ഊണ് കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് ട്ടാ. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ച് വീണ്ടും ഒന്ന് ചുറ്റമ്പലത്തിന്റെ അവിടെയൊക്കെ നടന്നൊന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചു ട്ടാ. അമ്മ പറഞ്ഞു പാറുക്കുട്ടിക്ക് മാത്രം മേടിച്ചാൽ മതി, നമുക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് നടന്നു പോവാന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങള് എല്ലാവരും ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചുട്ടാ. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഞാനും പാറുക്കുട്ടിയും അമ്മയും മാത്രമേ ഉള്ളൂ. ഏട്ടനും അച്ഛനും വന്നില്ല ട്ടാ. അപ്പൊ ഞങ്ങള് മൂന്നാളെന്ത് ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ച് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം.